ഇതിപ്പോൾ ഞാൻ ഒരു 3 വർഷം എടുത്തിട്ടോ. Insta360 എന്നാണ് ഇതിൻ്റെ പേര്. അപ്പം ഇത്രയും നാളൊരു കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നു. നല്ല മഴയത്തും വെയിലത്തും എല്ലാം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു സാധനമാണ്. അത്യാവശ്യം നല്ല വൈഡ് കിട്ടും, നല്ലൊരു ക്യാമറ തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് എനിക്ക് ആദ്യമേ ഓരോ കംപ്ലൈൻറ്റ് കാണിക്കാൻ തുടങ്ങി. ആദ്യം കാണിച്ചത് ഇതിനകത്തെ ടച്ച് വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെയാണ് ആദ്യം കംപ്ലൈൻറ്റ് തുടങ്ങിയത്. ഓക്കെ, അത് കുഴപ്പമില്ല. നമ്മളത് കഴിഞ്ഞ് നമ്മൾ ഓടിച്ചുകൊണ്ട് പോയി. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ മെമ്മറി കാർഡ് റീഡ് ചെയ്യുന്നില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ നമുക്കത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. പിന്നെ നമ്മൾ ഓരോ മെമ്മറി കാർഡ് നോക്കിയിട്ട് വെച്ചപ്പോൾ ഒരെണ്ണം റെഡിയായി. പിന്നെ അത് നമ്മൾ ഓർഡർ ചെയ്തു, മെമ്മറി കാർഡ് ഇട്ടു, ഓക്കെ സെറ്റായി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും വന്നേക്കുന്ന കംപ്ലൈൻറ്റ് ചാർജ് കയറുന്നില്ല. ചാർജ് കയറാൻ വരുന്നത് നമുക്ക് യാതൊരു മാർഗ്ഗമില്ല. കാര്യം നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ അപ്പം ഉപയോഗിക്കാൻ ചാർജ് ഇല്ലാണ്ട് നമുക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒട്ടും ചാർജ് ഇല്ല. ഓണായി കഴിഞ്ഞാൽ അന്നേരം തന്നെ അത് ഓഫായി പോകും. അപ്പോൾ തന്നെ അത് ഓഫായി പോകും അല്ലേ, ഓഫായി. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പേപ്പർ വെയിറ്റ് ആയിട്ട് നമുക്കിനി ഉപയോഗിക്കാം. ഇങ്ങനെ നല്ല ക്യാമറയാണ്, ഞാൻ കംപ്ലൈൻറ്റ് പറയുന്നതല്ല. പക്ഷേ ഇതിനി ഇവിടെ സർവീസ് സെൻറ്ററും കാര്യങ്ങളും ഒന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ അത്യാവശ്യം നെറ്റിലൊക്കെ നോക്കിയിട്ട് ഞാൻ അതൊന്നും കണ്ടില്ല. ഇനിയിപ്പോൾ ഞാൻ കാണാത്തതാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല. ഇനിയിപ്പം സർവീസ് സെൻറ്ററും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഇനിയിപ്പോൾ ഇത് പേപ്പർ വെയിറ്റായിട്ട് ഉപയോഗിക്കാമെന്നല്ലാണ്ട് വേറെ മാർഗ്ഗമൊന്നും ഇതിനകത്ത് കാണുന്നില്ല. കാര്യം നല്ല ക്യാമറയും ക്ലാരിറ്റി എല്ലാ കാര്യങ്ങളും ഉണ്ട്. എന്ന് വെച്ചാൽ വീഡിയോ ബ്ലോഗ് ചെയ്യുന്നവർക്കാണെങ്കിലും നല്ല കാര്യമായിരുന്നു. അതായത് നമുക്കിങ്ങനെ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അല്ലേ എല്ലാം നമുക്ക് മാറ്റായിരുന്നു. പറയേണ്ട കാര്യമില്ല. പോകാനുള്ളത് പോകും, എന്നാളിലും പോകും. നമ്മളത് വിഷമിച്ചിട്ട് കാര്യമില്ല. പോയത് പോയി. നമുക്ക് വേറെ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അതിനകത്തൊരു മാർഗ്ഗമുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത തവണ കാണാം. ഓക്കെ, ബൈ.